ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ കുറച്ച് കിച്ചൺ ടിപ്സാണ്. ടിപ്സും ട്രിക്സും അങ്ങനെ വേണം പറയാൻ വേണ്ടിയിട്ട്. നമ്മൾ അടുക്കളയിൽ കുറേ നേരം സമയം ചിലവഴിക്കുന്ന ആൾക്കാരാണ്. വീട്ടമ്മമാർക്കാണ് പ്രത്യേകിച്ചറിയാം. നമ്മൾ ഒരു ദിവസം ഉണ്ടെങ്കിൽ അതിലൊരു മുക്കാൽ ഭാഗം നമ്മൾ അടുക്കളയിലായിരിക്കും. അപ്പോൾ നമ്മൾ അടുക്കളയിൽ എത്രയും പെട്ടെന്ന് പണികൾ തീർത്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകാനായിരിക്കും എല്ലാവർക്കും ഇഷ്ടമുണ്ടാവുക. അപ്പോൾ നമ്മൾ ഈ സ്മാർട്ടായിട്ടുള്ള കുറച്ച് ടിപ്സും ട്രിക്സൊക്കെ ഉപയോഗിച്ചാൽ നമുക്ക് പെട്ടെന്ന് അടുക്കളയിലെ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു 20ഓളം വരുന്ന ടിപ്സും ട്രിക്സുമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണണം. നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ടിപ്സ് യൂസ്ഫുൾ ആവുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് കമൻ്റ് ഇടാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഉള്ളി അരിയുമ്പോൾ കണ്ണിൽ നിന്ന് വെള്ളം വരാത്ത ആൾക്കാർ വളരെ കുറവായിരിക്കും അല്ലേ? എനിക്കാണെങ്കിൽ കണ്ണിൽ നിന്ന് കുടുകുടാ വെള്ളം വരുന്ന ആളാണ്. അപ്പോൾ നമ്മൾ ഉള്ളി അരിയുന്ന സമയത്ത് കണ്ണിൽ നിന്ന് വെള്ളം വരുന്നത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് ആദ്യത്തേത്. നമ്മൾ ഉള്ളി ആദ്യം തന്നെ കുറച്ച് നേരം ഫ്രിഡ്ജിലെടുത്ത് വെക്കുക. അങ്ങനെ കുറച്ച് തണുപ്പിച്ചതിന് ശേഷം നമ്മളെടുത്ത് അത് കട്ട് ചെയ്യുകയാണെങ്കിൽ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നത് കുറയാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇതെല്ലാവർക്കും യൂസ്ഫുൾ ആവുന്നില്ല, എന്നാലും നമ്മൾ ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത ടിപ്പെന്ന് പറയുന്നത് ചെറുനാരങ്ങയുടെയാണ്. നമ്മൾ ചെറുനാരങ്ങ പിഴിയുന്ന സമയത്ത് അതിൽ നിന്ന് വരുന്ന ജ്യൂസിൻ്റെ അളവ് ചില സമയത്ത് വളരെ കുറവായിരിക്കും. ചെറുനാരങ്ങയുടെ വലുപ്പം അനുസരിച്ച് ജ്യൂസിൻ്റെ അളവും കൂടും. എന്നാൽ പലപ്പോഴും നമുക്കതിൽ നിന്ന് കിട്ടുന്ന ജ്യൂസ് കുറവായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ചെറുനാരങ്ങ എടുത്തതിന് ശേഷം നമ്മൾ അതിന് നന്നായിട്ട് ഉരുട്ടി കൊടുക്കുക. ആ സമയത്ത് അതിൻ്റെ ഉള്ളിലത്തെ അതിന് ജ്യൂസ് ഉള്ള സാധനങ്ങളൊക്കെ ഒന്ന് അയഞ്ഞ് കിട്ടും. അപ്പം നമുക്ക് അതിൽ നിന്ന് നല്ലോണം ജ്യൂസ് കിട്ടാൻ വേണ്ടി തുടങ്ങും. ഇപ്പോൾ നമ്മൾ ചെറുനാരങ്ങ ഫ്രിഡ്ജിലാണ് എടുത്ത് വെച്ചിട്ടുണ്ടായെന്ന് വെച്ചാൽ അത് കുറച്ച് നേരം നമ്മൾ പുറത്തെടുത്ത് വെക്കുക. റൂം ടെമ്പറേച്ചറിൽ വെക്കുക. നമ്മൾ ആ തണുപ്പൊക്കെ ഒന്ന് മാറി കിട്ടും. അതിന് ശേഷം ഇതേപോലെ ഉരുട്ടിയിട്ട് അതിൻ്റെ ജ്യൂസ് എടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആകുന്ന ഒരു ടിപ്പാണ്. ട്രൈ ചെയ്ത് നോക്കണേ. അടുത്ത നമുക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നതാണ് മല്ലിയില വാടിപ്പോകുന്നത്. നമുക്ക് എല്ലാറ്റിനും ഏകദേശം എല്ലാ കറിക്കും നമുക്ക് ആവശ്യമുള്ളതാണ് മല്ലിയില എന്നത്. ചിക്കൻ കറിക്കൊന്നും അത് ഒഴിച്ചുകൂടാൻ വേണ്ടി പറ്റാത്ത സാധനമാണ്. അപ്പോൾ നമ്മൾ മല്ലിയില കുറച്ചധികം വാങ്ങിക്കുന്ന സമയത്ത് പെട്ടെന്ന് ചീത്തയായി പോകാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണിത്. നമ്മൾ മല്ലിയില വാങ്ങിയിട്ട് അതിൻ്റെ കേടായ ഇലകളൊക്കെ ആദ്യം തന്നെ മാറ്റി കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് കഴുകിയിട്ട് ഒരു ഉണങ്ങി എന്തെങ്കിലും ടവലോ ഉണ്ടോ അത് നന്നായിട്ട് ഒപ്പി അതിൻ്റെ വെള്ളം മൊത്തം കളയുക. അടപ്പ് നല്ല ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നർ എടുക്കുക. അതിനുള്ളിൽ ഒരു ടിഷ്യൂ നന്നായിട്ട് വിരിച്ചു കൊടുക്കുക. അതിൻ്റെ മുകളിൽ ഈ വെള്ളമൊക്കെ പോയ നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില അതിൽ ഇട്ട് വെക്കുക. അതിനുശേഷം നന്നായിട്ട് അടച്ചു വെക്കുക. ഡെയിലി അത് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ, അത് മറക്കരുത്. അതിൽ ചിലപ്പോൾ ചില ഇലകളൊക്കെ പെട്ടെന്ന് വാടിപ്പോകും. അപ്പം മറ്റതും കൂടെ നാശമായി പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ അത് ചീത്തയായി പോയിട്ടില്ല, നമ്മളത് മാറ്റി ബാക്കിയുള്ള അതുപോലെ തന്നെ നമ്മൾ സൂക്ഷിക്കുക. നമ്മളെ വീട്ടിൽ കേടായി പോയിരുന്ന അടുത്തൊരു സാധനമാണ് പച്ചമുളക് എന്ന് പറയുന്നത്. പച്ചമുളകൊക്കെ നമ്മളൊരു 250 ഗ്രാം അത്രയൊക്കെ ആയിരിക്കും വാങ്ങിക്കുന്നത്. അത് നമ്മൾ ഇതേപോലെ തന്നെ നന്നായി കഴുകി അതിൻ്റെ വെള്ളമൊക്കെ ഒപ്പിക്കളഞ്ഞ് ഒരു ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നർ ടിഷ്യൂ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇട്ട് വെക്കുക. നന്നായിട്ട് അടച്ചു വെക്കണം കേട്ടോ. ഡെയിലി നമ്മൾ ചെക്ക് ചെയ്ത് വെക്കണം. ഏതെങ്കിലും ഒന്ന് ചീത്തയായി പോയാൽ എല്ലാറ്റിനും അത് ബാധിക്കുന്നതാണ്. അപ്പോൾ ചീത്തയായത് എടുത്തു മാറ്റിയിട്ട് ബാക്കിയില്ല അതുപോലെ തന്നെ വെച്ച് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. എല്ലാവരുടെ വീട്ടിലും നമ്മൾ വാഴപ്പഴം വാങ്ങിക്കുന്നുണ്ടാവില്ലേ, നേന്ത്രപ്പഴം. അത് നമ്മൾ 1 കിലോ ഒക്കെ വാങ്ങിച്ചാൽ എന്തായാലും കുറച്ച് ദിവസം ഉണ്ടാവും. അതിനിടയിൽ തന്നെ അത് കറുത്ത നിറം വന്ന് ചീത്തയായി പോകാൻ വേണ്ടി തുടങ്ങും. പലർക്കും ആ കറുത്ത കളർ വന്നത് വലിയ ഇഷ്ടമാണെന്നില്ല. അപ്പോൾ അത് കുറച്ച് ദിവസത്തേക്ക് നീണ്ടു നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ടിപ്പാണ് ഞാൻ പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത്. ഞാൻ അടുത്തതായിട്ട് ഒരു ചിത്രം കൊടുക്കാം. അതിൽ കാണുന്ന പോലെ ചെയ്യുവാണെങ്കിൽ പഴം കുറേ നാൾ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മളെ വീട്ടിൽ പച്ചക്കറികളൊക്കെ എന്തായാലും ഉണ്ടാവുമായിരിക്കും. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്ന സമയത്ത് അത് പലതും ചീത്തയായി പോകാൻ വേണ്ടി ചാൻസ് ഉണ്ട്. നമ്മൾ വാങ്ങിച്ച ഉടനെ തന്നെ അത് കഴുകി പലതരം പച്ചക്കറികൾ പല പല കണ്ടെയ്നറായിട്ട് സൂക്ഷിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് കേടായവ പെട്ടെന്ന് മാറ്റാനും പറ്റും, ബാക്കിയുള്ളതിനെ അത് ബാധിക്കുകയും ചെയ്യില്ല. പിന്നെ കിച്ചണിൽ വരുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് തേങ്ങ ചിരവുമ്പോൾ അത് നമുക്ക് ചിരവാൻ പറ്റാതെ വരിക. എനിക്ക് വരുന്ന ഏറ്റവും വലിയ പ്രശ്നമാണത്. നമുക്ക് ചെറിയ ചെറിയ തരികളായിട്ട് കിട്ടൂല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ആദ്യം തന്നെ നമ്മൾ തേങ്ങ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കുക, തണുപ്പിക്കാൻ വെക്കുക. നന്നായിട്ട് ഫ്രീസ് ആവണമെന്നല്ല, കുറച്ച് നേരം തണുപ്പിക്കാൻ വെക്കുക. അതിനുശേഷം നമ്മളെടുത്ത് ചിരവുകയാണെങ്കിൽ നമുക്ക് കുഞ്ഞു കുഞ്ഞായിട്ട് നമുക്കത് ചിരവാൻ വേണ്ടി പറ്റുന്നതാണ്. അത് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ടിപ്പാണ്. ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടുക്കളയിൽ നമുക്ക് എണ്ണക്കറയുള്ള പാത്രം ഇല്ലാത്ത ദിവസങ്ങൾ ഉണ്ടാവില്ല അല്ലേ? എന്തായാലും നമുക്കൊരു പാത്രമെങ്കിലും ഉണ്ടാവും എണ്ണക്കറ പിടിച്ചത്. അത് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് അടുത്തായിട്ട് പറയാൻ വേണ്ടി പോകുന്നത്. നമുക്ക് എണ്ണക്കറ പിടിച്ച പാത്രം എടുത്ത് നമ്മൾ അപ്പം തന്നെ ഒരു സ്പോഞ്ച് എടുത്ത് അത് നന്നായിട്ട് ഉരക്കാൻ വേണ്ടി തുടങ്ങും. ഒരു കാര്യം ഉണ്ടാവില്ല. അപ്പോൾ അതിന് മുന്നേയായിട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആ പാത്രത്തിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് വെക്കുക.
അതിന് കൂടെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് ഡിഷ് വാഷർ ലിക്വിഡ് ആണെന്ന് വെച്ചാൽ അതും കുറച്ച് ഒഴിച്ച് വെച്ച് കുറച്ച് നേരം സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കുക. അതിനുശേഷം സോഫ്റ്റ് സ്പോഞ്ച് എടുത്ത് നന്നായിട്ട് കഴുകിക്കളയുക. നമ്മൾ അത്ര മുന്നേ ഇട്ട് ഉരക്കുന്ന അത്ര ആവശ്യമൊന്നും വരില്ല. പിന്നെ ചില പാത്രങ്ങളൊക്കെ നമ്മൾ സ്റ്റീൽ സ്ക്രബ്ബറൊക്കെ യൂസ് ചെയ്യുമ്പോൾ അത് കേടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഈ ടിപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് എണ്ണക്കറ കളയാനും പറ്റും, നിങ്ങളുടെ പാത്രങ്ങൾ ഡാമേജ് ഇല്ലാതെ സുരക്ഷിതമാക്കാനും പറ്റും. നമ്മൾ പാചകം ചെയ്യുന്ന സമയത്ത് നമ്മൾ പാത്രങ്ങളൊക്കെ കരിഞ്ഞു പോകാറില്ലേ? എന്തെങ്കിലും നമ്മൾ ചില സമയത്ത് അർജൻറ്റായിട്ട് അപ്പുറം പോയി വരുമ്പോഴേക്കും ഇവിടെ പാത്രമൊക്കെ കരിഞ്ഞിട്ടുണ്ടാവും. ആ പാത്രം നമ്മൾ വെളുപ്പിച്ചെടുക്കാൻ വേണ്ടി ഇതേപോലെയാണ് യൂസ് ചെയ്യേണ്ടത്. കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കുക, അതുകൂടെ തന്നെ ഡിഷ് വാഷർ ലിക്വിഡും യൂസ് ചെയ്യുക. ചില പാത്രങ്ങളിലാണെങ്കിൽ നമുക്ക് ഡിഷ് വാഷർ ഉപയോഗിച്ച് അത് ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം അത് തണുപ്പിച്ചിട്ട് സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് അത് കളയാൻ വേണ്ടി പറ്റും. അതിൻ്റെ ഇൻസ്ട്രക്ഷനിലുണ്ടാവും അതിൻ്റെ കാര്യങ്ങളൊക്കെ. അതൊന്നും നോക്കാതെ ചെയ്തിട്ട് പാത്രങ്ങളൊന്നും ചീത്തയാക്കല്ല കേട്ടോ. ഫ്രിഡ്ജില്ലാത്ത വീടുകൾ വളരെ കുറവായിരിക്കും. നമുക്ക് എത്രയൊക്കെ അതിൽ കുത്തി നടക്കാൻ പറ്റുന്നോ അതൊക്കെ നമ്മൾ കുത്തി നടക്കുന്ന ആൾക്കാരാണ് അല്ലേ? ഞാനും അങ്ങനെ തന്നെ ചെയ്യുന്ന ആളാണ്. എവിടെയൊക്കെ സ്ഥലമുണ്ടോ അവിടെയൊക്കെ സാധനങ്ങൾ വെക്കും. ചില സമയത്ത് നമുക്ക് അത് തുറക്കുമ്പോൾ നല്ല സ്മെല്ല് വരും. അത് ഏത് സാധനം ചീത്തയാണെന്ന് നമുക്കറിയാൻ വേണ്ടി പറ്റില്ലല്ലോ. എക്സ്പയർ ആയിട്ടുള്ള ഫുഡ് ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ അതിനെ മാറ്റുക. അതിന് ശേഷം നമ്മൾ അതിൽ വെക്കേണ്ട സാധനങ്ങൾ മാത്രം വെക്കുക. 3 ദിവസം മുന്നത്തെ കറികൾ, 4 ദിവസം മുന്നത്തെ ഉപ്പേരി ഇതൊന്നും എടുത്ത് വെക്കാതെ അന്നന്ന് വേസ്റ്റുകളൊക്കെ കളയാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മൾ കഴിക്കാത്ത സാധനങ്ങൾ അപ്പം തന്നെ മാറ്റുന്നതായിരിക്കും നല്ലത്. അതിനുശേഷം ഒരു ബൗളിൽ കുറച്ച് ബേക്കിംഗ് സോഡ എടുത്ത് ബാക്കിയുള്ള ഫുഡ് ഐറ്റത്തിനൊന്നും കൊള്ളാത്ത രീതിയിൽ ഫ്രിഡ്ജിൽ വെക്കുക. ഇത് പല ഓർഡേഴ്സും അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ ഈ ടിപ്പ് ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എല്ലാവരുടെ വീട്ടിലും ഇഞ്ചി ഉണ്ടാവുമായിരിക്കുമല്ലേ? നമ്മൾ അധികം അത്യാവശ്യം എല്ലാ കറികളും യൂസ് ചെയ്യുന്നതാണ് ഇഞ്ചി. ഈ ഇഞ്ചി ആണെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്ക് അത് സോഫ്റ്റ് ആയിട്ട് വരാൻ വേണ്ടി തുടങ്ങും. ആ സമയത്ത് നമ്മൾ ഇഞ്ചി വാങ്ങുമ്പോൾ തന്നെ നന്നായിട്ട് കഴുകിയിട്ട് അതിൽ ചീത്ത ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ വെട്ടി മാറ്റുക. ഇത് ക്ലീനായ ഭാഗം മാത്രം നന്നായി തുടച്ച് ഒരു ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ടിഷ്യൂവിലിട്ടിട്ട് നമ്മൾ സൂക്ഷിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇത് ചീത്തയാവുന്നുണ്ടെന്ന് തോന്നിയാൽ അപ്പം തന്നെ അത് എടുത്ത് മാറ്റുക. ആ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക. അല്ലെങ്കിൽ അത് ബാക്കിയുള്ള മൊത്തം ചീത്തയാവും, ഫ്രിഡ്ജ് മൊത്തം നമുക്ക് അതിൻ്റെ സ്മെല്ലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതൊന്നും എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. നമ്മളെ കേരളീയരുടെ അടുക്കളയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കറിവേപ്പില എന്ന് പറയുന്നത്. കറിവേപ്പില ചീത്തയാവുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ പ്രശ്നം എന്ന് പറയുന്നത് എല്ലാവർക്കും. എവിടെന്നെങ്കിലും കുറച്ച് കറിവേപ്പില കിട്ടും, അത് 2 ദിവസം കഴിയുമ്പോഴേക്കും ചീത്തയായി പോകും. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ കറിവേപ്പില കഴുകിയിട്ടുള്ളതാണെങ്കിൽ അതിലെ വെള്ളം മൊത്തം നമ്മൾ ഒരു പേപ്പറിലിട്ട് അതൊക്കെ ഡ്രൈ ആക്കി കളയാം. അതിനുശേഷം എയർ ടൈറ്റിലൊരു കണ്ടെയ്നറിൽ ടിഷ്യൂ വെച്ചിട്ട് അതിലിട്ട് വെക്കാം. ഇതും ദിവസവും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. ഏതെങ്കിലും ഒരു ഇല വാടിപ്പോയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളത് മൊത്തം നശിച്ചു. അതുകൊണ്ട് നമ്മൾ കറിയിലിടാൻ വേണ്ടി എടുക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കുക ഏതെങ്കിലും ചീത്തയായി പോകുന്നുണ്ടോ എന്ന്. ഉണ്ടെങ്കിൽ അപ്പം തന്നെ അത് മാറ്റുക. ചോറ് കഴിക്കാത്ത ആരാണ് കേരളത്തിലുള്ളത് അല്ലേ? നമ്മൾക്ക് ചോറില്ലെങ്കിൽ ഒന്നും പറ്റൂല എന്ന അവസ്ഥയാണ്. പലപ്പോഴും നമ്മളെ വീട്ടിൽ ബാക്കി വരുന്നതായിരിക്കും ചോറ്. നമ്മൾ അത് ഒന്നുകിൽ പിറ്റേന്ന് ചൂടാക്കിയിട്ട് കഴിക്കും, അല്ലെങ്കിൽ ചിലരത് കളയുന്നതായിരിക്കും. നമ്മൾ ഇന്ന് യൂസ് ചെയ്തിട്ട് അത് കഴിഞ്ഞ് അപ്പം തന്നെ നമ്മളതെടുത്ത് ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. കുറേ നേരം നമ്മളിങ്ങനെ വെറുതെ റൂം ടെമ്പറേച്ചറിൽ വെക്കരുത്. ഫ്രിഡ്ജിലെടുത്ത് വെച്ച് നമ്മൾ അടുത്ത ദിവസം ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ അതിങ്ങനെ വരണ്ട് പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അതിൽ കുറച്ച് വെള്ളം ചേർത്ത് ചൂടാക്കുവാണെങ്കിൽ അത് പഴയ പോലെ തന്നെ നല്ല ചോറായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് എല്ലാവരും കമൻറ്റ് ഇടണേ. ഉപ്പിൻ്റെ കാര്യത്തിൽ നമുക്ക് വരുന്ന പ്രശ്നമാണ് ഉപ്പ് കട്ട പിടിക്കുക എന്നുള്ളത്. ചിലപ്പോൾ നമ്മൾ അതിൽ യൂസ് ചെയ്യുന്നത് നനഞ്ഞ സ്പൂണായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ അടപ്പ് നേരെ അടച്ചിട്ടുണ്ടാവില്ല. മോയ്സ്ചറാണ് ഏറ്റവും കൂടുതൽ ഉപ്പ് കട്ട പിടിക്കാനുള്ള കാരണം. അപ്പോൾ നമ്മൾ ഇതൊക്കെ ശ്രദ്ധിക്കുവാണെങ്കിൽ നമുക്ക് ഉപ്പ് കട്ട പിടിക്കാതെ. മസാലപ്പൊടികളൊക്കെ നമ്മൾ നന്നായി യൂസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും അല്ലേ? പലതരം മസാലപ്പൊടികളുണ്ട്. അപ്പോൾ നമ്മളിത് സൂക്ഷിക്കുന്ന സമയത്ത് പല മസാലപ്പൊടികളും പല കണ്ടെയ്നറായിട്ട് സൂക്ഷിക്കുക. ഇപ്പോൾ മല്ലിപ്പൊടിയും ചിക്കൻ മസാലയൊക്കെ ഒരേ കണ്ടെയ്നറിൽ ഇട്ട് വെക്കുകയാണ്, രണ്ടിൻ്റെയും സ്മെല്ല് മിക്സായി പോകും. അത് നമുക്ക് ടേസ്റ്റ് തന്നെ വേറെതായിരിക്കും. അപ്പോൾ ഓരോന്നും ഓരോ കണ്ടെയ്നറിൽ ഇട്ട് വെക്കുക. ഇപ്പോൾ കവറിലാണ് വാങ്ങിച്ചത്, അത് പൊട്ടിച്ച് വെച്ചാൽ പോലും നമ്മൾ വേറെ വേറെ കണ്ടെയ്നറിൽ ഉപയോഗിക്കുക. ഇപ്പോൾ എൻ്റെ വീട്ടിലാണെങ്കിൽ എല്ലാ മസാലപ്പൊടിയും കൂടെ ഒരു പാത്രത്തിലാണ് ഇട്ട് വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ സ്മെല്ല് തന്നെ നമുക്ക് വേറെ വേറെ ആയിരിക്കും. ഇപ്പോൾ അത് മാറ്റി വേറെ വേറെ കണ്ടെയ്നറിലാക്കി. നമ്മൾ തക്കാളി വാങ്ങിക്കുമ്പോൾ നന്നായിട്ട് നോക്കിയിട്ട് തന്നെയായിരിക്കും വാങ്ങിക്കുന്നത്, എന്നാലും അത് പെട്ടെന്ന് ചീത്തയായി പോകും. അപ്പോൾ നമ്മൾ പഴുത്ത തക്കാളിയും പച്ചത്തക്കാളിയൊക്കെ വാങ്ങിക്കുന്നുണ്ടാവും. പച്ചത്തക്കാളിയാണെങ്കിൽ കുഴപ്പമില്ല, കുറച്ച് ദിവസം കൂടെ നിൽക്കും. പക്ഷെ പഴുത്ത തക്കാളിയാണെങ്കിൽ പെട്ടെന്ന് ചീത്തയായി പോകും. അതുകൊണ്ട് നമ്മളിത് മിക്സ് ആക്കാതെ നല്ല പഴുത്ത ഒരു ബാസ്ക്കറ്റിലും അത്ര പഴുക്കാത്ത വേറെ ബാസ്ക്കറ്റിലും ഇട്ട് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക.
ഫ്രിഡ്ജ് നമ്മൾ പല പല സാധനങ്ങളും എടുത്തു വെക്കും. നമുക്ക് എന്തൊക്കെ അതിൽ കുത്തി നിറക്കാൻ പറ്റുമോ അത് മൊത്തം നമ്മൾ കുത്തി നിറക്കും. പക്ഷെ നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ വേണ്ടി പാടില്ല. ഇപ്പോൾ നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പ്രത്യേകം പ്രത്യേകം കണ്ടെയ്നറിൽ ഇട്ട് വെക്കുക. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഫുഡ് എന്തെങ്കിലും കുക്ക് ചെയ്ത ഫുഡ് ഉണ്ടാവും, അതൊരു കണ്ടെയ്നറിൽ ഇട്ട് വെക്കുക. ഞാൻ എന്തായാലും നാളെ ആ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ആ ഫുഡ് എടുത്ത് മാറ്റുക. നാളത്തേക്ക് മാറ്റി വെക്കാതെ അത് അങ്ങനെ തന്നെ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫ്രിഡ്ജ് എപ്പോഴും നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ഫ്രിഡ്ജ് തുറക്കുമ്പോൾ തന്നെ ഒരു മടുപ്പായിരിക്കും ഉണ്ടാവുക. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, വീട്ടമ്മമാർ ഒരു ദിവസത്തിൻ്റെ 3/4 ഭാഗവും ചിലവിടുന്നത് അടുക്കളയിലായിരിക്കും. അപ്പോൾ നമുക്ക് കിച്ചൺ നല്ല ക്ലീൻ ആയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് കിച്ചണിൽ കയറാൻ പ്രത്യേക ഒരു സന്തോഷമായിരിക്കും. ഇപ്പം ഇന്ന് രാത്രി നമ്മൾ പണിയൊക്കെ കഴിഞ്ഞ് കിച്ചണൊന്നും ക്ലീൻ ആക്കാതെ കുറേ പാത്രം ഇവിടെ കറികളൊക്കെ അപ്പുറം ഇപ്പുറമൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിറ്റേന്ന് രാവിലെ കാണുമ്പോൾ തന്നെ അങ്ങോട്ട് ചെല്ലാൻ തോന്നില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഇന്നത്തെ കാര്യങ്ങൾ ഇന്ന് ചെയ്തതിന് ശേഷം നമ്മൾ ഉറങ്ങാൻ വേണ്ടി പോവുക. ഇപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകുകയാണെങ്കിൽ അപ്പം തന്നെ കഴുകുക. ഫുഡ് വേസ്റ്റ് ഉണ്ടെങ്കിൽ അപ്പം തന്നെ വേസ്റ്റ് കൊണ്ട് കളയുക. അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇപ്പോൾ നാളെ കഴിക്കുന്ന ഫുഡാണെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കേണ്ട അപ്പം തന്നെ വെക്കുക. ചൂടാക്കി വെക്കേണ്ട അപ്പം തന്നെ ചൂടാക്കി വെക്കുക. അങ്ങനെ എപ്പോഴും നല്ല ക്ലീൻ ആയിട്ട് വെക്കുക. കിച്ചൺ സിങ്കൊക്കെ ആണെങ്കിൽ നമ്മൾ അപ്പം തന്നെ അത് തേച്ച് കഴുകിയിട്ട് ദിവസം നമ്മൾ കഴുകുകയാണെങ്കിൽ വലിയ പണിയൊന്നും ഉണ്ടാവില്ല. ആഴ്ചയിൽ ഒരു തവണ അല്ലെങ്കിൽ മാസത്തിൽ ഒരു തവണ ഒക്കെ ആണെങ്കിൽ ഭയങ്കര സ്മെല്ലും ആയിരിക്കും, നമുക്ക് തന്നെയായിരിക്കും ബുദ്ധിമുട്ടുണ്ടാവുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡെയിലി ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. പലരും ജോലിക്കൊക്കെ പോകുന്ന ആളായിരിക്കും അല്ലേ. അപ്പോൾ രാവിലെ നമുക്ക് സമയം തികയാതെ വരാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ തലേ ദിവസം തന്നെ നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികളും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞു വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇപ്പോൾ പിറ്റേന്ന് നമ്മൾ എന്താ കറി ഉണ്ടാക്കുക, സാമ്പാർ ഉണ്ടാക്കുകയാണെങ്കിൽ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ മൊത്തം നമ്മൾ അരിഞ്ഞ് ഒരു കണ്ടെയ്നറിലിട്ടിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. അപ്പോൾ രാവിലെ നമുക്ക് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർക്കാൻ വേണ്ടി പറ്റും. ഇനി അവസാനത്തെ ഒരു ഹാക്ക് എന്ന് വെച്ചാൽ നമ്മൾ കിച്ചൺ നല്ല നീറ്റായിട്ട് വെക്കുക, ഓർഗനൈസ്ഡ് ആയിട്ട് വെക്കുക. ഇപ്പോൾ ചിലരുണ്ട്, ചില സാധനം ചോദിച്ചാൽ അറിയില്ല, സ്പൂൺ എവിടെയാണ് വെക്കുന്നത് വെച്ചാൽ അറിയില്ല, അല്ലെങ്കിൽ ഇന്ന് സ്പൈസ് എവിടെയാ വെച്ചാൽ അറിയില്ല. ഇപ്പോൾ നമ്മൾ ആരെങ്കിലും കണ്ണടച്ച് ചോദിച്ചാൽ ചിലർ പറയുന്നുണ്ടാവില്ലേ, അതുപോലെ ആയിരിക്കണം. അങ്ങനെ ഓരോന്നും ഓരോ സ്ഥലം ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്നെല്ലാം കയ്യെത്തുന്നിടത്ത് ഉണ്ടാവുകയും ചെയ്യും. നമുക്ക് തന്നെ ഒരു മനസ്സിനൊരു സന്തോഷമായിരിക്കും, നമ്മുടെ കിച്ചൺ ഇത്ര നീറ്റാണല്ലോ, ഓർഗനൈസ്ഡ് ആണല്ലോ എന്ന് വെച്ചിട്ട്. ഇത് എല്ലാവരും ശ്രദ്ധിക്കുക. എല്ലാ വീട്ടമ്മമാരും മാത്രമല്ല, എല്ലാവർക്കും ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ 20 കിച്ചൺ ടിപ്സ് ആൻഡ് ട്രിക്സ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിൽ നിങ്ങൾ ട്രൈ ചെയ്ത് സക്സസ് ആയത് ഏതാണെന്ന് കമൻറ്റ് ബോക്സിൽ പറയണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും ടിപ്സ് ഉണ്ടെങ്കിൽ എനിക്ക് കൂടെ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാൻ വേണ്ടി പറ്റുമല്ലോ ഇന്ന ടിപ്സൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടെ എൻ്റെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കല്ല കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്.